കോഴിക്കോട് പന്തീരങ്കാവിൽ കുഴിച്ചിട്ട നിലയിൽ പണം കണ്ടെത്തി. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് തട്ടിയെടുത്ത പണമാണ് മുഖ്യപ്രതിയുടെ വീടിനടുത്ത് നിന്ന് കണ്ടെത്തിയത്. വീടിന്റെ അടുത്തത് മോഷണം പോയ 39 ലക്ഷം രൂപയാണ്. CK വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. വിജയൻ, ഈ കുഴിച്ചിട്ട നിലയിൽ പണം കണ്ടെത്തി വാർത്ത കേൾക്കുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത് എന്നൊരു ക്യൂരിയോസിറ്റി വരുമല്ലോ. ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? എങ്ങനെയാണ് വീണ്ടെടുത്തത്? രതീഷ്, ഇതിൻ്റെ ആദ്യ അവസാനം ഇതേ രീതിയിൽ നാടകീയതയായിരുന്നു. ഈ മോഷണം എന്ന് പറഞ്ഞ തുടക്കം തന്നെ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ആദ്യം മുതൽ നടന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ പ്രതി ഷിബിൻലാലിൻ്റെ വീട്ടുവളപ്പിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ 39 ലക്ഷം രൂപ കണ്ടെത്തിയത്. 40 ലക്ഷം രൂപയാണ് മോഷണം പോയിരിക്കുന്നത്. അതിൽ 50,000 രൂപ നേരത്തെ തന്നെ ഈ പ്രതിയുടെ കയ്യിൽ നിന്ന് പിടികൂടിയിരുന്നു. 39 ലക്ഷം ഇപ്പോൾ കിട്ടി. ഏതാണ്ട് 20 മുതൽ കിട്ടിയതോടുകൂടി കേസ് തെളിഞ്ഞു എന്ന് പോലീസിന് സമാധാനിക്കുകയും ചെയ്യാം. ജൂൺ 10-ാം തീയതിയാണ് പന്തീരങ്കാവിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അതായത് അരവിന്ദൻ എന്ന് പറയുന്ന ഇസാഫ് ബാങ്കിലെ ജീവനക്കാരനെ ഷിബിൻലാൽ സമീപിക്കുന്നു. തൻ്റെ പേരിൽ ഒരു അക്ഷയ കേന്ദ്രം, അവിടെ ഒരു ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഏതാണ്ട് 40 ലക്ഷം രൂപ വിലയുള്ള സ്വർണം പണയം വെച്ചിട്ടുണ്ട്. അത് 40 ലക്ഷം രൂപ ഇസാഫ് ബാങ്ക് തരികയാണെങ്കിൽ ഈ സ്വർണം വായ്പ അതിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് അരവിന്ദനെ കൺവിൻസ് ചെയ്യിക്കുന്നു. അങ്ങനെ അരവിന്ദനും ബാങ്കിലെ ജീവനക്കാരെല്ലാം തന്നെ ആലോചിച്ച് ഈ 40 ലക്ഷം രൂപ ഷിബിൻലാലിന് കൈമാറുന്നു. ഷിബിൻലാൽ ഇത് പന്തീരങ്കാവ് വെച്ച് ഈ പണം വാങ്ങി ഈ അക്ഷയ സെൻറ്ററിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് അയാളുടെ സ്കൂട്ടറിൽ ഈ പണവുമായി മുങ്ങുന്നു. ഇതാണ് ആദ്യം നടക്കുന്ന സംഭവം. പിന്നീട് ഈ അന്വേഷണം നടക്കുന്നു. സ്കൂട്ടർ ഒളിപ്പിച്ചാൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നു. പിന്നീട് ഷിബിൻലാലിനെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുന്ന വഴിക്ക് പോലീസ് ടവർ ലൊക്കേഷൻ വെച്ച് അദ്ദേഹത്തെ പിടികൂടുന്നു. അയാളുടെ കയ്യിൽ നിന്ന് പണം കണ്ടെത്തുന്നു. ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ചോദ്യം ചെയ്യുന്ന ഒരു സമയത്തും ഈ പണം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ്. ആ ക്രൈസിസ് ഇപ്പോൾ നീങ്ങി കുഴിച്ചിട്ട നിലയിൽ ഈ പണം കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു 50,000 രൂപയുടെ കാര്യമേ ഉള്ളൂ. അത് മിക്കവാറും ചിലവായി പോയിട്ടുണ്ടാകും എന്ന് ഏതായാലും അറിയാം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു. ഇനി ഈ ഷിബിൻലാലും ഈ നടത്തിയ ഈ ഇടപാടിൽ ഷിബിൻലാലിനല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഈ സ്വകാര്യ ബാങ്കിലെ ആൾക്കാർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും വളരെ നാടകീയമായിരുന്നു ആദ്യ അവസാനം. അതിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് അതിനേക്കാളും വലിയ നാടകീയതയിൽ തീർന്നു. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.